അമൽദേവ് സി എസിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് നോവൽ അഭി അനു ആനന്ദം ഇതാ ഇപ്പോൾ നിങ്ങളിലേക്ക്. അധ്യായം 1. 2019 ഡയറക്ടറുടെ മുറി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. സാർ. കഥ കേട്ടതിന് ശേഷം മറുപടിയൊന്നും പറയാതെ കണ്ണടച്ച് കസേരയിൽ ചാരി എന്തോ ആലോചിച്ചിരിക്കുന്ന ഡയറക്ടറോട് കഥാകാരി ചോദിച്ചു. ഡയറക്ടർ കണ്ണു തുറന്ന് കസേരയിൽ നിവർന്നിരുന്നു കൊണ്ട് തൻ്റെ മുൻപിൽ കഥ പറയാൻ വന്ന 32 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയോട് ഞാൻ ആ സ്റ്റോറി ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയായിരുന്നു. ഇത് വളരെ സോഫ്റ്റായി പോയല്ലോ. പ്രത്യേകിച്ചും ഓഡിയൻസിനെ ഹുക്ക് ചെയ്യാൻ പാകത്തിനുള്ള പരിപാടിയൊന്നും ഞാനിതിൽ കണ്ടില്ല. ചിലപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും. താൻ വേറെ ആരെയെങ്കിലും ഒന്ന് അപ്രോച്ച് ചെയ്തു നോക്ക്. കഥാകാരിയുടെ മുഖഭാവം മാറുന്നു. ചെറിയ വിഷമത്തോടെ ഇറ്റ്സ് ഓക്കെ സർ. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് ഹാൻഡ് ബാഗിൽ വെച്ചുകൊണ്ട് എനിവേ കഥ കേൾക്കാൻ കുറച്ച് സമയം മാറ്റിവെച്ചതിൽ താങ്ക്സ്. പതിയെ തിരിഞ്ഞ് മുറിയുടെ പുറത്തേക്ക് നടക്കുന്നു. എക്സ്ക്യൂസ് മീ. കഥാകാരി തിരിഞ്ഞു നോക്കുന്നു. ഈ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. വേറെ വല്ലോ സബ്ജക്റ്റുകളുണ്ടെങ്കിൽ പറയാം കേട്ടോ. ആശ്വസിപ്പിക്കുന്ന മട്ടിൽ ഡയറക്ടർ പറഞ്ഞു. കഥാകാരി വിഷമം കലർന്ന ഒരു പുഞ്ചിരിയോടുകൂടി മറുപടി നൽകി അവിടെ നിന്നും പുറത്തേക്ക് നടക്കുന്നു. മഴയുടെ കാതു തുളപ്പിക്കുന്ന ശബ്ദം പുറത്തുനിന്നും കേൾക്കാം. കഥാകാരി വയേർഡ് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് ആരെയോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള ടേബിളിൻ്റെ അരികിൽ ആളുകൾ ഫോണിൽ മുഴുകിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് പാർവതി, കഥാകാരിയുടെ കൂട്ടുകാരി, നടന്നു വന്ന് കഥാകാരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹായ് മുത്തേ, സോറി ഡി, ലേറ്റായിപ്പോയി. കഥാകാരി ഹെഡ്സെറ്റ് ചെവിയിൽ നിന്നും മാറ്റി അത് കുഴപ്പമില്ല. പാർവതി കസേരയിലിരിക്കുന്നു. നീ കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തോ? കഥാകാരി ഇല്ലെന്ന മട്ടിൽ ആംഗ്യം കാണിക്കുന്നു. എന്നാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. ആദ്യം എന്തെങ്കിലും ഓർഡർ ചെയ്യാം. പാർവതി ചുറ്റുമൊന്ന് നോക്കുന്നു. ദൂരെ ഒരു സപ്ലയർ നിൽക്കുന്നത് കണ്ട് കൈ വീശിക്കൊണ്ട് ഹലോ, എക്സ്ക്യൂസ് മീ. സപ്ലയർ അവരുടെ അടുത്തേക്ക് വരുന്നു. പാർവതി കഥാകാരിയോട് നിനക്കെന്താ വേണ്ടേ? എന്തായാലും കുഴപ്പമില്ല. സപ്ലയറെ നോക്കി എന്നാ ഒരു ഹാഫ് അൽഫാം. കഥാകാരി പെട്ടെന്ന് അല്ല, എനിക്ക് അൽഫാം ഒന്നും വേണ്ട, ഒരു ഷാർജ മാത്രം മതി. സപ്ലയർ ഓർഡർ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നോട്ട് ചെയ്തിട്ട് പോകുന്നു. പാർവതി ഇന്ന് ഓട്ടത്തോടോട്ടമായിരുന്നു. രാവിലെ തന്നെ കീരമ്പാറയിൽ പോയി കുടിവെള്ള പ്രശ്നം കവർ ചെയ്തിട്ട് ഓഫീസിൽ കയറിയപ്പോഴാണ് മാനേജർ പറയുന്നത് ഇന്ന് മിനിസ്റ്റർ ടൗണിൽ വരുന്നുണ്ട്, അതിൻ്റെ ന്യൂസ് പോയി കവർ ചെയ്യാൻ. അതും കേട്ട് ഓടിപ്പിടിച്ച് നേതാജി ഹാളിൽ ചെന്നപ്പോഴാണ് അറിയണേ പുള്ളി ഉച്ച കഴിഞ്ഞേ വരുവുള്ളെന്ന്. പിന്നെ ആകെ മൊത്തം ഭ്രാന്തായി. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒടുക്കത്തെ മഴയും. തലവേദനയെടുത്ത് ഒരു വാക്ക് കഴിച്ചിട്ടില്ല. കഥാകാരി വിഷമം മറച്ചു പിടിക്കുന്ന ഒരു പുഞ്ചിരിയോടെ പാർവതിയെ നോക്കിയിരിക്കുന്നു. പാർവതി അതൊക്കെ പോട്ടെ, എന്തായി നിൻ്റെ കാര്യം? എന്താകാൻ, എല്ലാവരും പറഞ്ഞത് തന്നെ. വെറൈറ്റി ആയിട്ടൊന്നും കണ്ടില്ല. വേറെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ചെല്ലാൻ. എന്നാൽ എൻ്റെ പരിചയത്തിലൊരു ഡയറക്ടറുണ്ട്. കഥാകാരി ചെറിയ ആകാംക്ഷയോടെ പാർവതിയെ നോക്കുന്നു. അസോസിയേറ്റാണ്. നീ പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർമാരെ മാത്രം കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇയാളെപ്പറ്റി പറയാതിരുന്നത്. പാർവതിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് കഥാകാരി അതൊന്നും കുഴപ്പമില്ല. നീ ആളാരാണെന്ന് പറ. പേര് ഗിരീഷ് എന്നാ. 2-3 പടത്തിന് അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി നല്ലൊരു സബ്ജക്റ്റ് നോക്കുകയാ. ആകാംക്ഷയോടെ കഥാകാരി ആളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ സെറ്റ് ചെയ്യാം. ആദ്യം ഫുഡൊന്ന് വന്നോട്ടെ. സപ്ലയർ അൽഫാമും ഷാർജ ഷേക്കും കൊണ്ടുവരുന്നു. ഫുഡ് കണ്ട സന്തോഷത്തിൽ പാർവതി വന്നല്ലോ. സപ്ലയർ ഫുഡ് ടേബിളിൽ വെച്ചിട്ട് പോകുന്നു. ഭക്ഷണം കണ്ടപാടെ ബാക്കിയെല്ലാം മറന്ന് പാർവതി ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ട് കഥാകാരി നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? കഴിച്ചുകൊണ്ട് തന്നെ പാർവതി ഞാൻ നിനക്ക് ആളുമായൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു തരാം. നീ നൈസായിട്ട് കഥ പറ, ബാക്കി നമുക്ക് സെറ്റാക്കാം. സന്തോഷത്തോടെ കഥാകാരി അത് മതി എന്ന് പറഞ്ഞ് ഷേക്കിൽ സ്പൂൺ ഇട്ടിളക്കി എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു.